ഹായ് ലേണേഴ്സ്, വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ഭവിഷ്യ. നമ്മുടെ കേരള സെറ്റ് എക്സാമിനേഷന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 24 തീയതി ഒക്കെ ആയിട്ടാണ് 2025 ഓഗസ്റ്റ് 24 ഡേറ്റ് ടെൻറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിക്ക് ഈ ഡേറ്റ് വരുന്നതിന് മുന്നേ തന്നെ പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? നന്നായി പഠിച്ചു തുടങ്ങിയിട്ടില്ലേ എല്ലാവരും? അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇനിതേ ഒരു 2 മാസം കഷ്ടി സമയമുണ്ട്. 2 മാസം ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 2 മാസം എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കേരള സെറ്റ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ജനറൽ പേപ്പറും സബ്ജക്റ്റ് പേപ്പറും ആണ് നമുക്ക് ഉള്ളത്. ഇതിൽ സബ്ജക്റ്റ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 120 ചോദ്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പേപ്പറിൽ മാത്രമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഏകദേശം അറിയുന്ന ഒരു ആൻസർ നമുക്ക് കറക്കി കുത്താനൊക്കെ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ കറക്കി കുത്താനൊന്നും നിൽക്കരുത്, കൃത്യമായിട്ട് പഠിച്ച് തന്നെ പോവാം. അത്യാവശ്യം നല്ല ഒരു സിലബസ് തന്നെയാണ്, അത്യാവശ്യം വലിയ ഒരു സിലബസ് തന്നെയാണ് നമുക്ക് സെറ്റ് ഹിസ്റ്ററിക്ക് നമുക്കുള്ളത്. എന്നിരുന്നാലും കുറേയൊക്കെ പോർഷൻസ് എന്തായാലും നമ്മൾ ഇപ്പോൾ PGയും BEdും ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ധാരണ ഉണ്ടായിരിക്കും എല്ലാ ഏരിയനെ കുറിച്ചിട്ടും. ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് ആഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അതിന്റെ ടഫ്നെസ് കൂടി വരുന്നുണ്ട്. നമുക്കത് നോക്കി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ലെവൽ, ഭയങ്കര സിമ്പിൾ എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചും കൂടി ഇപ്പോഴത്തെ റീസെന്റ് കഴിഞ്ഞിട്ടുള്ള എക്സാമിനേഷനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ നിന്നും വളരെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ആ ഒരു യൂണിറ്റുകൾ 6 യൂണിറ്റുകളാണ് നമ്മുടെ ഹിസ്റ്ററിയിൽ വരുന്നത്. ഈ 6 യൂണിറ്റിനെയും നിരവധി മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ യൂണിറ്റുകളെ കുറിച്ചിട്ടും അതിൽ വരുന്ന മൊഡ്യൂളുകളുടെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടന്റുകളെ കുറിച്ചിട്ടും ഒക്കെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് iPlusന്റെ കോഴ്സിൽ നമ്മൾ ആ ഒരു സിലബസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, സിലബസ് അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അതെന്തായാലും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സിലബസിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതായത് സിലബസിനെ കുറിച്ചിട്ടും അതുപോലെ അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ചിട്ടും ഒക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അതിനുശേഷം വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ കുറേ വാരി വലിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറേ നോട്ട്സ് കളക്ട് ചെയ്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എവിടെ എത്തില്ല. നമുക്ക് ടൈം നമ്മുടെ കുറേ പോകും. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് എന്താണ്? പോയി ഇനി തിരിച്ചു കിട്ടാത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് ടൈമാണല്ലേ. അപ്പോൾ നമ്മൾ അയ്യോ അവസാനം ആകുമ്പോൾ നമ്മൾ പോയിട്ട് അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കുറേ സമയം പോയി, അങ്ങനെ നമ്മൾ റിഗ്രറ്റ് ചെയ്യാനുള്ള ഇടമൊന്നും വരുത്തരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പലരും ഇങ്ങനെ കോഴ്സ് എടുത്തിട്ടൊക്കെ ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു സെറ്റ് എക്സാമിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് തനിയെ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. പക്ഷേ കുറേ പേര് ഇപ്പോൾ വർക്കിംഗ് മദേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, പിന്നെ അതുപോലെ എന്തെങ്കിലും ഫാമിലിയിൽ ഇപ്പോൾ ചെറിയ മക്കളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ധാരാളം മെറ്റീരിയൽ കളക്ഷന് വേണ്ടിയിട്ടും ഒന്നും ഇങ്ങനെ ടൈം കളയാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഒരു പുഷ് എന്നുള്ള ലെവലിലാണ് iPlus പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇത്തരത്തിൽ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ കളക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം മാറ്റിവെക്കൽ അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. നമ്മൾ എന്തായാലും കോഴ്സിൽ ഓൾമോസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. iPlusൽ ഇപ്പോൾ ഈ സിലബസ് മാറിയതിനു ശേഷമുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം 2000-ലധികം ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും വിത്ത് എക്സ്പ്ലനേഷൻ അടക്കമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ നമ്മൾ ഒരു പ്രീവൈസ് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് കുറേയധികം കുറേയധികം കണ്ടന്റ് നമ്മുടെ മനസ്സിലേക്ക് വരും. കുറേയധികം ചോദ്യങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൈൻഡിലേക്ക് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മുടെ അറിയാലോ, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്ക് ആൻഷ്യന്റ് ഇന്ത്യ വരുന്നുണ്ട്, മിഡീവൽ ഇന്ത്യ വരുന്നുണ്ട്, മോഡേൺ ഇന്ത്യ വരുന്നുണ്ട്, ദെൻ
വേൾഡ് ഹിസ്റ്ററി, സ്റ്റോൺ ഏജ് മുതലുള്ള മോഡേൺ പീരീഡ് വരെയുള്ള വേൾഡ് ഹിസ്റ്ററി നമുക്ക് വരുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഹിസ്റ്റോഗ്രാഫിയും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തഡോളജി നമുക്ക് വരുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ എല്ലാ ഏരിയസും നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയും വേണം. ഞാൻ അടുത്ത സ്ലൈഡിലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചിട്ടൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിൻ്റെ ഓരോ ഏരിയയിൽ നിന്നുള്ള വെയിറ്റേജിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇത്രയും വൈഡ് ആയിട്ടുള്ള പോർഷൻസ് നമ്മളിങ്ങനെ റഫ്ലി ഇങ്ങനെ കുറേ വായിച്ച് വിട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ തന്നെ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മളതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ എന്തായാലും കൃത്യമായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കുക. നമുക്ക് ഇനി 2 മാസം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട്, എന്തായാലും തീരെ ഒന്നും അറിയാത്തവരൊന്നും ആയിരിക്കില്ല അല്ലെ. നമ്മൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ നമ്മുടെ ആ ഒരു മുന്നത്തെ അറിവൊക്കെ ഒന്ന് പൊടിതട്ടിയെടുത്ത് കൃത്യമായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ എക്സാമിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് 120 ചോദ്യങ്ങൾ വരുന്നുണ്ട്. നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ നമുക്ക് ഇല്ല. നമുക്ക് ബബിൾ ചെയ്യാനാണല്ലേ വരുന്നത്. നമ്മുടെ നെറ്റ് എക്സാമിനേഷന്റെ പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല. സെറ്റ് എക്സാമിനേഷൻ ബബിൾ ചെയ്യാനാണ്. ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ള പോലെ ബബിൾ ചെയ്യാനാണ്. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ബബിൾ ചെയ്യുക. അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. അതായത് ആ ഒരു സർക്കിളിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് ആ സർക്കിൾ ഫില്ല് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രണ്ട് ഷീറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസിന് നേരെ തന്നെ ബബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇപ്പോൾ ഇങ്ങനത്തെ ഷീറ്റ് OMR ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട്, പിന്നെ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർക്കും ഒക്കെ ഒരു കൺഫ്യൂഷൻ, ഒരു ഹറിബറി ഉണ്ടായിരിക്കും. അങ്ങനെ ഹറിബറിയിൽ ഒന്നും ചെന്ന് പെട്ട് നമ്മുടെ മാർക്ക് കളയരുത്. നമുക്ക് ഓരോ മാർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് എന്തായാലും ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ നമുക്ക് മുന്നേ തന്നെ അറിയാം. അതായത് ഇപ്പൊ നെറ്റ് എക്സാമിനേഷന്റെ പോലെയൊന്നും അല്ല സെറ്റ്. അതായത് നെറ്റിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുട്ടികൾ അപ്പിയർ ചെയ്തോ അതിനനുസരിച്ചിട്ടൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. പക്ഷെ സെറ്റിന് അങ്ങനെയല്ല. സെറ്റിന് മുന്നേ തന്നെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ഓഫിനനുസരിച്ചിട്ട് ഇപ്പോൾ OBCക്കൊക്കെ 45 അങ്ങനെയൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. പിന്നെ ജനറൽ കാറ്റഗറിക്ക് 48 ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു 48, 40 ആ ഒരു റേഞ്ച് ഒന്നും നോക്കണ്ട. നമുക്ക് എന്തായാലും ഒരു 50 പിടിക്കാം. അതിന് താഴേക്ക് പോവാതെ ഒരു 50 കട്ട് ഓഫ് വരുന്ന രീതിയിൽ, അതായത് ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും കൂട്ടിച്ചേർത്ത് 50 കട്ട് ഓഫ് വരുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ പിന്നെ നമ്മൾ സേഫ് സോൺ ആണ്. 50, 52 അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് സോൺ ആണ്. നമുക്ക് വേറെ ഒരു ടെൻഷനും വേണ്ട. നമുക്ക് എന്തായാലും ഒരു സെറ്റ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും പറ്റും, എല്ലാവരെ കൊണ്ടും പറ്റും. നിങ്ങളൊന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരെ കൊണ്ടും സാധിക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോ ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ കഴിഞ്ഞ എക്സാമിനേഷൻ, അതായത് കേരള സെറ്റ് ഹിസ്റ്ററിയുടെ 2025 ജാനുവരിയിൽ നടന്നിട്ടുള്ള എക്സാമിനേഷൻ, നമ്മുടെ ഏറ്റവും റീസെന്റ് കഴിഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ ആണല്ലേ. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാലോ അല്ലെ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി അത് പ്രകാരം നിങ്ങൾ ഈ വരുന്ന എക്സാമിനേഷന് ഈ ഒരു യൂണിറ്റിൽ ഇത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അപ്പൊ ഈ യൂണിറ്റ് നന്നായി പഠിക്കും അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഞാൻ ആ ഒരു ലെവല് ഒന്ന് പറഞ്ഞതാണ്. നമുക്ക് അങ്ങനെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും യൂണിറ്റിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് വീതമാണ് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ എക്സാമിനേഷന്. 15 ക്വസ്റ്റ്യൻസ് വീതം വന്നിട്ടുണ്ട് കേട്ടോ, ഒന്നാമത്തെയും രണ്ടാമത്തെ യൂണിറ്റ്. ഒന്നാമത്തെ യൂണിറ്റ് ഏതാണ്? ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ്, മെത്തഡോളജിയുടെ പാർട്ടാണല്ലേ, റിസർച്ച് പേപ്പർ ആണ് ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്നത്. ആ റിസർച്ച് പേപ്പറിൽ നിന്ന് 15ഓളം ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ 15ഓളം ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ ഏരിയയിൽ നിന്നായിരിക്കും? കോഡ്സ്, ഡെഫിനീഷൻസ്, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ഹിസ്റ്റോറിയൻസിന്റെ ബുക്സ്, അല്ലെങ്കിൽ ബുക്സ് ചോദിച്ചിട്ട് ഓതർ ആരാണെന്ന്, അല്ലെങ്കിൽ ഓതർ ചോദിച്ചിട്ട് അവരുടെ ബുക്ക് ഏതാണ്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിതൊക്കെ ക്ലാസ്സിൽ പറയാറുള്ളത് തന്നെയാണ്. എന്നാലും ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ നോട്ടിലൊക്കെ ധാരാളം ഈ ഇത്തരത്തിലുള്ള കോഡ്സും ബുക്ക് ആൻഡ് ഓതറും ഒക്കെ ധാരാളമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
യൂണിറ്റ് 3-ൽ നിന്നും 19 ചോദ്യങ്ങളും യൂണിറ്റ് 4-ൽ നിന്ന് 23 ചോദ്യങ്ങളാണ് കഴിഞ്ഞ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് കേരള ഹിസ്റ്ററി ആണ്. സോറി, യൂണിറ്റ് 2-നെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. യൂണിറ്റ് 2 ഹിസ്റ്റോഗ്രാഫി ആണ്. ദെൻ യൂണിറ്റ് 3 കേരള ഹിസ്റ്ററി ആണ്. ആൻഷ്യന്റ് കേരള മുതൽ മോഡേൺ കേരള വരെയുള്ള കാര്യങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ 4-മത്തെ യൂണിറ്റ് വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഒരുമിച്ചായിട്ടാണ് ഈ ഒരു 4-മത്തെ യൂണിറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഈ 4-മത്തെ യൂണിറ്റിൽ നിന്ന് 23ഓളം ചോദ്യങ്ങളാണ് കഴിഞ്ഞ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. 5-മത്തെ യൂണിറ്റ് മോഡേൺ ഇന്ത്യയാണ്. 5-മത്തെ യൂണിറ്റിൽ നിന്ന് 21 ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. 6-മത്തെ യൂണിറ്റ് വേൾഡ് കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെലക്ടഡ് തീംസ് വേൾഡ് ഹിസ്റ്ററി എന്നാണ് 6-മത്തെ യൂണിറ്റിന്റെ പേര് തന്നെ. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 27ഓളം ചോദ്യങ്ങളാണ് 6-മത്തെ യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ വേൾഡ് ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിൽ സ്റ്റോൺ ഏജ്, അതുപോലെ തന്നെ ബ്രോൺസ് ഏജ്, ഈ ബ്രോൺസ് ഏജിൽ നിന്ന് തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറേയധികം പഴയ റൂളേഴ്സിന്റെ പേരുകളൊക്കെ എടുത്ത് അവരുടെ പ്രത്യേകതകൾ, അവരുടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ടൈറ്റിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റിനൊന്നും അത്രയും ഡീപ്പായിട്ടൊന്നും മുന്നേ നമ്മൾ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നെറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ സെറ്റിന്റെ ഒരു കുറച്ചുകൂടി ലെവൽ ഒന്നും കൂടി ഉയർന്ന കാരണം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ഒട്ടും പുറകിലാവരുതല്ലോ. നമ്മളെല്ലാം നമ്മൾ കരുതിയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലൊന്ന് നോക്കിയാലോ. അതായത് എന്തായാലും ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതല്ല. നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതി, നിങ്ങളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ചിട്ട് നിങ്ങളായിട്ട് തന്നെ ചിട്ടപ്പെടുത്തിയിട്ടാണ് ശരിക്കും ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം മറ്റൊരാളുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ നമ്മുടെ സ്വന്തം ടൈം ടേബിൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അതിന് ക്യാപ്പബിൾ ആവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. നമ്മളെന്നല്ലെങ്കിൽ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ആയില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരു അധ്യാപകനാവാനായിട്ടൊക്കെ പോണവരാണല്ലേ. അപ്പൊ എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള കൺവീനിയൻസ് അനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ മേക്ക് ചെയ്യുന്നതാണ് ഏറ്റവും പ്രിഫറബിൾ. എന്നിരുന്നാൽ കൂടി നമ്മളൊരു 60 ഡേയ്സിനെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഇന്ന സമയത്ത് ഇന്ന നോട്ട്സ് അല്ലെങ്കിൽ ഇന്ന യൂണിറ്റ്സ് പോർഷൻസ് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ 60 ദിവസം എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. 60 ദിവസത്തിനെ നമുക്ക് എങ്ങനെ നമ്മളുടെ പരിധിയിൽ കൊണ്ടുവരാം, അതിൻ്റെ ഉള്ളിൽ എങ്ങനെ സിലബസ് ഫുൾ കവർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഓൾറെഡി ഈ സിലബസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ? മനസ്സിലാക്കണം സിലബസ്. ഓക്കെ, എന്നിട്ട് ആ ഒരു സിലബസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവുമല്ലോ. ആ വീക്ക് ഏരിയാസ് ഏതാണെന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് ആ ഒരു വീക്ക് ഏരിയാസ്, അതായത് ഓരോ യൂണിറ്റിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് വീക്ക് ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലെ? എല്ലാവർക്കും ഉണ്ടായിരിക്കും ഒരു വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. ആ വീക്ക് ഏരിയാസ് മാത്രം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തെടുത്തിട്ട് അത് ഒരു 10 ദിവസം എടുത്തിട്ട് ആ ഒരു വീക്ക് ഏരിയാസ് പോയിന്റ് ഔട്ട് ചെയ്ത് അതിങ്ങനെ റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അതിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ഒരു ചെറിയ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കൃത്യമായിട്ട് ആ 10 ദിവസം കൊണ്ട് അത് കൃത്യമായിട്ടൊന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, വീക്ക് ഏരിയാസ് മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ ദിവസങ്ങളിൽ നമുക്ക് 6 സെക്ഷൻസ് ആയിട്ട്, അതായത് നമുക്ക് 6 യൂണിറ്റുകളാണല്ലോ ഉള്ളത്. 8 ദിവസങ്ങളായിട്ട് വരുന്ന 6 സെക്ഷൻസ് ആയിട്ട് നമുക്ക് തിരിക്കാം. അങ്ങനെ അപ്പോൾ ആ ഓരോ സെക്ഷനിലും ഓരോ യൂണിറ്റ് വെച്ചിട്ട് 8 ദിവസം എടുത്തിട്ട് ഒന്നാമത്തെ യൂണിറ്റ് കവർ ചെയ്യുക. പിന്നെ അടുത്ത 8 ദിവസം എടുത്തിട്ട് രണ്ടാമത്തെ യൂണിറ്റ്, അങ്ങനെ നമ്മുടെ 6 യൂണിറ്റുകളും 8 ദിവസങ്ങൾ എടുത്തിട്ട് ഓരോ യൂണിറ്റിനും 8 ദിവസം എന്നുള്ള ലെവലിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും ഉള്ള, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഉള്ള ഒരു ശീലമായിരിക്കും, ആദ്യത്തെ യൂണിറ്റുകൾ ഇങ്ങനെ നല്ല ഡീസെന്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോകും. അതിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുള്ളൂ, അങ്ങനെയൊക്കെ ഭയങ്കര വാശി പിടിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ ഇരുന്ന് നേരം കളയാനായിട്ടുള്ള ടൈം നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ടൈം എന്ന് പറഞ്ഞ പോലെ പോവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഈ 8 ദിവസമാണല്ലോ ഒരു യൂണിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 8 ദിവസം കൊണ്ട് നിങ്ങൾ എത്രത്തോളം പഠിച്ചോ അത്രത്തോളം പഠിച്ച് അവസാനിപ്പിക്കുക. മാക്സിമം ആ 8 ദിവസം കൊണ്ട് ആ യൂണിറ്റ് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച് എത്രത്തോളം എത്തിയെന്ന് വെച്ചാൽ അതവിടെ നിർത്തിയിട്ട് അടുത്ത 8 ദിവസത്തേക്ക് അടുത്ത യൂണിറ്റ് പ്രിപ്പയർ ചെയ്യുക.
അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയമുണ്ടല്ലോ അത് പഠിക്കാം, അങ്ങനെ വെച്ച് മാറ്റി 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 വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം കഴിഞ്ഞു പോവും, നമ്മുടെ സിലബസും കഴിഞ്ഞു പോവും, എക്സാം ഓൾറെഡി കഴിഞ്ഞു പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കാം, അപ്പോൾ 8 ദിവസം വേണ്ടി വരില്ല. നിങ്ങൾക്ക് ആ ഒരു 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് പഠിച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുക, അടുത്ത യൂണിറ്റ് വേഗം പഠിച്ചു തുടങ്ങുക, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഞാനൊരു ഓവറോൾ ആയിട്ടുള്ള ഒരു ചട്ടക്കൂടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 8 ദിവസം നിങ്ങൾക്ക് മാക്സിമം എടുക്കാം ഒരു യൂണിറ്റ് പഠിക്കാൻ, അങ്ങനെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ആ ഒരു ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെ നമുക്ക് 2 ദിവസം വരും. ആ ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ, നമ്മൾ ആദ്യത്തെ 10 ദിവസം കൊണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈ ബാക്കി വരുന്ന ദിവസങ്ങളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൂടി എടുത്തിട്ട് നമ്മൾ PYQ ഡിസ്കഷനും എല്ലാം കൂടി ഈ ഒരു 2 ദിവസം കൊണ്ട് നമ്മൾ ചടപടെ എന്ന് നമ്മൾ പഠിച്ച് സെറ്റാക്കി എടുക്കണം. ഓക്കെ, ചടപടെ എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് കളയാനായിട്ട് സമയമൊന്നും ഇല്ല. നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പം ഞാനൊരു മോഡൽ, ഒരു ഡെമോ പറഞ്ഞു എന്ന് മാത്രം, ഇന്ന മാതിരി ഒക്കെ നിങ്ങൾ പഠിക്കാൻ നോക്കുക എന്നുള്ളത്. ഇതല്ലാതെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു 60 ദിവസത്തിന് നിങ്ങൾക്കായിട്ടും ഒന്ന് ക്ലാസിഫൈ ചെയ്തൊക്കെ എടുക്കാം അല്ലേ. അപ്പോൾ എന്നാലും നമ്മൾ ജസ്റ്റ് ഒരു പുഷ് തന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പം എല്ലാവരും തന്നെ കൃത്യമായിട്ട് നല്ല രീതിക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി തന്നെ പാസ്സാവാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരാണ് IPSന്റെ ഭാഗത്തു നിന്നും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഭാഗത്തു നിന്നും എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുകയാണ്. താങ്ക് യു.